നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു ശബരിമല വിശേഷവുമായി ഞാൻ 21 നവംബറിന് ശബരിമലയിൽ ദർശനം നടത്തി. അതിൻ്റെ ഒരു യാത്രാവിശേഷണം. സാധാരണ ഒരു ഭക്തനായി ശബരിമല സന്നിധാനത്തിൽ പോകുവാനും വളരെ പെട്ടെന്ന് തന്നെ തൊഴുതു മടങ്ങുവാനും സാധിച്ചു. ഇപ്പോൾ വിവാദങ്ങളുടെയും ചർച്ചകളുടെയും കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ശബരിമലയിൽ ഇന്നലെ കണ്ട കാഴ്ച, ഭക്തരെല്ലാവരും അയ്യപ്പനെയും മനസ്സിൽ ധ്യാനിച്ച് ശരണം വിളിയോടുകൂടി പോകുന്നു. അവർക്ക് ഈ വിവാദങ്ങളിലൊന്നും ഒരു പങ്കുമില്ല. കാരണം അവർക്കറിയാം ശ്രീ അയ്യപ്പൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും. KSRTC ബസ്സിൽ ആദ്യമായി യാത്ര ചെയ്യാനുള്ളൊരനുഭവം ഉണ്ടായി. വളരെ സൗകര്യപ്രദമായൊരു യാത്ര. അവരുടെ സ്റ്റാഫിൻ്റെ സഹകരണം പ്രശംസനീയം തന്നെയാണ്. അതുപോലെ ശബരിമലയിൽ കാണാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഒരു കാഴ്ച അവിടുത്തെ പോലീസ് സ്റ്റാഫിൻ്റെ സഹകരണം. സംശയങ്ങൾക്കും വഴികളുടെ നിർദ്ദേശങ്ങളും എല്ലാം അവർ സ്നേഹത്തോടും സന്തോഷത്തോടും നമുക്ക് നൽകുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സ്നേഹം തോന്നും. പിന്നെ വോളണ്ടിയേഴ്സിൻ്റെ കാര്യം. വോളണ്ടിയേഴ്സ് വളരെ നല്ല രാവും പകലും അവർ അതിനായിട്ട് സന്നദ്ധരായിരിക്കുന്നു. അതും ഒരു പ്രത്യേക കാര്യം തന്നെയാണ്. ശബരിമലയിൽ കണ്ട വേറൊരു നല്ലൊരു കാഴ്ച, അവിടെ ഇഷ്ടംപോലെ ഫുഡ് സ്റ്റാളും ജ്യൂസ്, ബിസ്ക്കറ്റ്, ജലം ഇങ്ങനെ എല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് യാത്രക്കാർ പോകുന്ന ഭക്തർ ഇതെല്ലാം കരുതിയെടുത്ത് ഭാരം തൂക്കേണ്ട ആവശ്യമില്ല, എല്ലാം അവിടെ കിട്ടും. പിന്നെ എനിക്ക് പ്രായമായവരും കുഞ്ഞുങ്ങൾക്കും പറയേണ്ടത്, കയ്യിലൊരു ചെറിയ സോക്സ് എടുത്തേക്കുക. അവർക്ക് മല കയറിയിട്ട് തിരിച്ച് വരുമ്പോഴെങ്കിലും അതിട്ടുകൊണ്ട് വരാൻ സാധിക്കും. സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസുതനേ സ്വാമിയേ ശരണമയ്യപ്പ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ സുൽഭ്യം നമാമ്യഹം. ഭൂതനാഥ മഹാവന്ദേ സർവഭൂതഹിതേരകം ഇന്ദ്രാദിദേവതാവൃന്ദം വന്ദിതാദി സരോരുഹം. സ്വാമിയേ ശരണമയ്യപ്പ.